ഇടയിൽ പശ്ചിമേഷ്യയിലെ 8 US താവളങ്ങൾ തകർത്തു എന്നാണ് ഇറാന്റെ അവകാശവാദം. ഇന്നലെ ഷെൽ കഷ്ണങ്ങൾ തറച്ച് ഖത്തർ സ്വദേശി മരിച്ചിരുന്നു. ബോട്ടിൽ സഞ്ചരിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. ഒരാൾക്ക് പരിക്കേറ്റു. ഒപ്പം തെക്കൻ ഇറാനിലെ ഹിഷം ദ്വീപിലും സിരിക്കിലും ബന്ദർലങ്കയിലുമൊക്കെ US ബോംബിട്ടതിനാൽ ഇതിന് പിന്നാലെയാണ് ബഹ്റിനിലും കുവൈറ്റിലും ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഈ യുദ്ധം അവസാനിക്കുന്ന 2 ആഴ്ച മുൻപ് ഒപ്പിട്ട ധാരണാപത്രം ലംഘിച്ചുവെന്ന് ഇരുപക്ഷവും അത്തരത്തിൽ ആരോപിക്കുന്നുണ്ട്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, മുഹറാഖ് പ്രവിശ്യ, ബഹ്റിനിലെ മുഹറാഖ് പ്രവിശ്യയിൽ പാർപ്പിട സമുച്ചയം തകർന്നു എന്നും ബഹ്റിൻ അധികൃതർ അറിയിച്ച പശ്ചാത്തലമുണ്ട്. ഒപ്പം UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ചേരണം ഈ വിഷയത്തിൽ എന്നാണ് ബഹ്റിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളും റഡാർ സംവിധാനങ്ങളും ഒക്കെ US ആക്രമിച്ചത് തൊട്ടു പിന്നാലെയായിരുന്നു ഈ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് ഉണ്ടായത്. ഇവിടെയാണ് UN രക്ഷാസമിതിയുടെ പിന്തുണ ആവശ്യപ്പെടുന്നത് ബഹ്റിൻ. ഒപ്പം ഗൾഫ് രാജ്യങ്ങൾ UAE പൂർണ്ണമായും ബഹ്റിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു. അങ്ങനെ അജയ്, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 8ഓളം താവളങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് അമേരിക്കയുടെ. അതിന്റെ കെടുതി അനുഭവിക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഒരു യുദ്ധ ആസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ യുദ്ധോപകരണങ്ങൾ, സൈനികരുടെ ഒരു ഇടത്താവളങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഗൾഫ് നാടുകളിലാണ്. ഗൾഫ് നാടുകൾക്ക് ഇതിന് പകരമായിട്ട് അമേരിക്ക ഗൾഫ് നാടുകൾ ഈ സൈനിക കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതിന് പകരമായിട്ട് അമേരിക്കയ്ക്ക് നൽകുന്നത് ഈ പെട്രോ ഡോളർ എന്നുള്ള സംവിധാനമാണ്, എണ്ണ വിനിമയം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിലൂടെ ഡോളറിൻ്റെ വാല്യൂ ഉയർത്തിക്കാട്ടാൻ അമേരിക്കയ്ക്ക് വർഷങ്ങളോളം ആയിട്ടുണ്ട്. പകരം ഗൾഫ് നാടുകളുടെ ഒരു സുരക്ഷ അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഈ ഒരു സംവിധാനത്തിന് പശ്ചിമേഷ്യയിലെ പുതിയ സംഘർഷങ്ങളിലൂടെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ പശ്ചിമേഷ്യയിലെ ഒരു രാജ്യമായതിനാൽ തന്നെ ഗൾഫ് മേഖലയിലുള്ള മറ്റ് രാജ്യങ്ങൾക്ക് വലിയൊരു ഭീഷണിയാകാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അവർ ശക്തമായിട്ടുള്ള ആക്രമണം തന്നെ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ബദലായിട്ട് അവിടെ നടത്തി. പ്രത്യേകിച്ച് അമേരിക്കയിൽ നേരിട്ട് ചെന്ന് ആക്രമണം നടത്താനുള്ള ദീർഘദൂര മിസൈലുകളൊന്നും ഇറാന്റെ പക്കലില്ല. അതുകൊണ്ട് ഗൾഫ് നാടുകളിലേക്ക് ആക്രമണം നടത്താനാണ് ഇറാൻ തങ്ങളുടെ ഈ ഒരു അവസരം ഉപയോഗിച്ചത്. ഇതിലൂടെ അമേരിക്കയുടെ പല പ്രധാനപ്പെട്ട യുദ്ധകേന്ദ്രങ്ങളും തകർത്തതായിട്ടാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും അമേരിക്ക ആക്രമണം നടത്തിയതിന് ബദലായിട്ട് ശക്തമായിട്ടുള്ള ആക്രമണം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. IRGC അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും പല അമേരിക്കൻ കേന്ദ്രങ്ങളെയും തകർത്തു എന്നതാണ്. ഇത്തരത്തിൽ പക്ഷേ ഈ ഒരു ആക്രമണങ്ങളിലൂടെ പ്രധാനമായിട്ടും ഒരു ദുരിതം അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും ഗൾഫ് നാടുകളാണ്. ഗൾഫ് മേഖലയിലുള്ള പല സ്ഥലങ്ങളിലും നേരിട്ട് മിസൈലുകളും ഡ്രോണുകളും ഒന്നും വീഴുന്ന പശ്ചാത്തലം അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നില്ല, ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ. പക്ഷേ പ്രധാനമായിട്ടും അവിടങ്ങളിൽ ഒരു പ്രശ്നമുണ്ടാകുന്നത് ഈ ഡ്രോണുകളും മിസൈലുകളും തകർക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണാണ് പല പ്രദേശങ്ങളിലും തീപിടുത്തം അടക്കമുണ്ടാകുന്നത്. കുവൈറ്റിലെ ഒരു വിമാനത്താവളത്തിലടക്കം ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായിരുന്നു. വിമാനത്താവളം പുനർനിർമ്മിച്ച് കഴിഞ്ഞിട്ടാണ് ഇത്തരമൊരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് പിന്നീടുണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മേഖലയിൽ ഒരു സംഘർഷം മുഴച്ചു നിൽക്കുന്നത്. അത് ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കുന്നതും ഈ രാജ്യങ്ങൾക്ക് തീർച്ചയായും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.